അബ്ദുൽ ഖനിയിൻ നാബുലുസി പറയുന്നു, ആരെങ്കിലും തണ്ണിമത്തൻ സ്വപ്നം കണ്ടാൽ സ്വപ്നത്തിലെ തണ്ണിമത്തൻ എന്നത് കടുത്ത ദുഃഖങ്ങളുള്ള, പലപ്പോഴും ജയിലിൽ അകപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ആരെങ്കിലും അത് കണ്ടാൽ എങ്ങനെയെന്നറിയാത്ത വിധം ദുഃഖങ്ങൾ അയാളെ വലിഞ്ഞു മുറുക്കുകയും അതിൻ്റെ അന്തിമഫലം എന്താകുമെന്ന് അയാൾക്ക് മനസ്സിലാകാതെ വരികയും ചെയ്യും. എന്നാൽ ആരെങ്കിലും തണ്ണിമത്തൻ തിന്നുന്നതായി കണ്ടാൽ അയാൾ തടവിൽ, ജയിലിൽ നിന്ന് മോചിതനാകും. തണ്ണിമത്തൻ തോട്ടം, തണ്ണിമത്തൻ ധാരാളമായി വളരുന്ന സ്ഥലം എന്നത് കടുത്ത ആശങ്കകളുള്ള പുരുഷന്മാരെ സൂചിപ്പിക്കുന്നു. മറ്റൊരാളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പരിച്ഛേദന, സുന്നത്ത് കല്യാണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും തണ്ണിമത്തൻ കാണുന്നത് നല്ലതാണ്. എന്നാൽ എന്തെങ്കിലും പുതിയ ജോലികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് തണ്ണിമത്തൻ സ്വപ്നം കാണുന്നത് അത്ര നല്ലതല്ല. അത് തൊഴിലില്ലായ്മയെയാണ് സൂചിപ്പിക്കുന്നത്. പച്ച തണ്ണിമത്തൻ എന്നത് ഒരു പട്ടണം, കുട്ടി, ഭാര്യ അല്ലെങ്കിൽ ഒരു നല്ല കൂട്ടുകാരൻ എന്നിവരെ സൂചിപ്പിക്കാം. അത് ആവശ്യമായിരിക്കുന്ന ഒരു രോഗിയുടെ അടുക്കലെത്തിയാൽ അയാൾക്ക് രോഗശമനം ലഭിക്കും. എന്നാൽ രോഗിക്ക് അത് ആവശ്യമില്ലാത്ത സാഹചര്യത്തിലാണ് കാണുന്നതെങ്കിൽ അത് രോഗം കൂടുന്നതിനെ സൂചിപ്പിക്കുന്നു. അതിനുള്ളിലെ കാമ്പ്, കുരു അല്ലെങ്കിൽ ഉൾഭാഗം ബുദ്ധിയെയും വിജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. മഞ്ഞ തണ്ണിമത്തൻ എന്നത് നല്ല പ്രശംസ ലഭിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ അത് ബാഹ്യമായി മനോഹരമായ സ്വഭാവഗുണങ്ങളുള്ള, എന്നാൽ ആന്തരികമായി ചർമ്മത്തിൻ്റെ പരുപരുപ്പ്, കടുത്ത പെരുമാറ്റം, മഞ്ഞ നിറം എന്നിവ പോലുള്ള കുറവുകളുള്ള സ്ത്രീയെയും സൂചിപ്പിക്കാം. ആരെങ്കിലും തണ്ണിമത്തൻ കഷ്ണങ്ങളായി മുറിച്ചു വെച്ചിരിക്കുന്നത് കണ്ടാൽ അത് അയാൾ വീട്ടേണ്ട കടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതേതാനും മാസങ്ങൾക്കുള്ളിൽ തവണകളായി അയാൾ വീട്ടേണ്ടി വരും. ചുവന്ന തണ്ണിമത്തൻ എന്നത് പലതരത്തിലുള്ള ആഭരണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്.